നമസ്കാരം. ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി എന്ന് പറയുന്നത് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഫാമിലിയാണ്. പക്ഷേ പിടുന്നനെ ഈ അടുത്ത് ആ ഒരു കുടുംബത്തിൽ വലിയൊരു പ്രശ്നം നടക്കുകയുണ്ടായി. നേരത്തെ കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യൻ്റെ കൂടെ അവരുടെ രണ്ടാമത്തെ മകൾ കുഞ്ഞൻ ഇറങ്ങിപ്പോവുകയാണ്. വിവാഹമൊക്കെ ഉറപ്പിച്ചതാണ്, പക്ഷേ അതിനൊന്നും കാക്കാതെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ പയ്യനെതിരെ വലിയ ഒരു പ്രശ്നമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സഹോദരിയായിട്ടുള്ള പൊന്നൂസ്. ആ പയ്യന് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു, ഒരു ആങ്കറോട് പ്രണയമുണ്ടായിരുന്നു. വളരെ അശ്ലീലമായിട്ടുള്ള സംഭാഷണങ്ങൾ, സ്ക്രീൻ റെക്കോർഡുകളൊക്കെ തന്നെ അവരത് പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അതൊന്ന് കണ്ടു നോക്കാം. പ്രമുഖ ആങ്കറാണ് ഈ പയ്യൻ്റെ മുൻ കാമുകി എന്ന് പറയുന്നത്. അവരോട് നടത്തിയ ചില സംഭാഷണങ്ങളാണ് ഇപ്പോൾ ഇവരുടെ സഹോദരി തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത്. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ അശ്ലീലമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു ചാറ്റിലൂടെ പുറത്തേക്ക് വരുന്നത്. എന്തോ ഞാൻ കണ്ടു എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ വളരെ അശ്ലീലമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളുമാണ് പയ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവരുടെ സഹോദരി നേരത്തെ അറിയുകയും അത് ഈ പെൺകുട്ടിയോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് വിവാഹം കഴിക്കുകയാണ് പിന്നീട് ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല. ഇവരുടെ മൂത്ത സഹോദരി പറയുന്നുണ്ട് സഹോദരിയുടെ ഭർത്താവിനെ ഈ ചെറുക്കൻ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ തല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് ഏതായാലും ആ വാക്കുകളൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ. ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി മാന്യമായിട്ടാണ് കയറുന്നത്. കയറി ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ മിണ്ടണം. എത്ര ദേശമുള്ള ആൾക്കാരാണെങ്കിലും മിണ്ടണം. അതാണ് ഞങ്ങൾ പഠിച്ച മര്യാദ. ആ വ്യക്തിയുടെ വീട്ടിൽ ഞങ്ങൾക്ക് എത്ര ദേശം ഞങ്ങൾക്ക് ആ വ്യക്തിയുടെ വീട്ടിൽ കയറുമ്പോൾ ആ വ്യക്തിയുടെ വീട്ടിൽ എന്റെ ഫുഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ കയറുമ്പോൾ അല്ല പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. കല്യാണം നടക്കുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ ഒരുമിച്ചായിട്ട് കെട്ടായി നിൽക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അമ്മച്ചനും എന്നോട് ഈ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൻ വരുമെന്ന് അറിയില്ല. കാരണം ഈ ബ്ലോക്ക് കേസ് അയച്ചു വെച്ചിട്ട് ഇവൻ വരും എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ ഷെബിയോട് ഞങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അമ്മത്തിന് ഇവനെ വിളിച്ചപ്പോൾ ഇവൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി. ഇവൻ എന്തുകൊണ്ട് പോവാന്ന് അതെന്റെ കൂടെ പുറപ്പേ ഞെട്ടി ഞങ്ങൾ വന്നത്. എന്നിട്ട് പോകുമ്പോ ഇവളെ വണ്ടിയിൽ കയറിയിട്ട് എത്ര നാൾ കയറാത്ത വ്യക്തി ആ വണ്ടിയിൽ കയറി അവളുടെ ആവശ്യം മാത്രം നടക്കണം. മറ്റാരും സെന്റിമെന്റ്സും മറ്റാരും വിഷമങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് കയറി അത്ര നാൾ എന്നോട് വേണ്ടിയില്ല എന്റെ ഭർത്താനോട് ഒന്നും മിണ്ടാത്ത വ്യക്തി ചേച്ചിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ ആവശ്യം ഇപ്പൊ നടക്കണോണ്ടല്ലേ ഞാൻ ആ വീട്ടിൽ കയറണോണ്ടല്ലേ നീ എന്നോട് മിണ്ടുന്നത് അല്ല വേറെ ഒന്നല്ലല്ലോ ചോദിച്ചു. ആള് മിണ്ടാണ് മുട്ടി അപ്പം മിണ്ടിൽ നിർത്തി. എനിക്ക് നമ്മളോട് ആവശ്യം നമ്മൾ അവളുടെ എല്ലാ കാലിന്റെ കുമ്പിട്ടുമ്പോ എല്ലാം ഈ വെട്ടി മിണ്ടണില്ല. ഞങ്ങൾ പണിക്കില്ലാത്തോടെ അവരുടെ വീട്ടിൽ ആളിൽ കയറിയിരുന്നു. അവർ ജ്യൂസ് കൊടുത്തു ഞാൻ കുടിച്ചിട്ടുണ്ട്. ദേശത്തിന്റെ ഞാൻ കുടിക്കില്ലല്ലോ. ഞാൻ കുടിച്ചാൽ നമ്മളെല്ലാവരും മേശ വിരിക്കുമ്പോൾ അവന്റെ അമ്മ എന്നിട്ട് അവനെ കുറിച്ച് എന്തൊക്കെ കുറെ പോയിട്ട് അതൊന്നും നമ്മൾ മെതിയില്ല. അതൊന്നും നമ്മൾ ടോപ്പിക്കല്ല. പല പ്രശ്നങ്ങളും മാറ്റാന്ന് പറയുന്നതിന്റെ ഇടയില് അവൻ അടിക്ക് ഓങ്ങിട്ട് എഴുന്നേറ്റ് അവന്റെ മോനെ പറയില്ല അടിച്ചു എന്ന് ഞങ്ങൾ പറയില്ല. അടിക്ക് ഓങ്ങിട്ട് അവൻ എഴുന്നേറ്റ് നിന്നു. ഇരിക്കണോർത്തുനിന്ന് അവൻ ഭയങ്കര എഴുന്നേറ്റ് നിന്ന വശം ഞാനും കസരൻ എഴുന്നേറ്റ് അച്ഛനായിരുന്നു. ഷെബിനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഷെബിനെ കല്യാണം ഉറപ്പിച്ച അന്ന് ഇഷ്ടമല്ല. അവൻ എന്റെ എന്റെ പെണ്ണ് പെണ്ണിനെ വിളിച്ചു. ഞങ്ങൾ പെണ്ണ് വിളിച്ചിട്ടില്ല. ഈ കേസിനായിട്ടും ഞങ്ങൾ എപ്പോഴും അവന്റെ മൊത്തം പെണ്ണ് ഞാൻ വിളിച്ചിട്ടില്ല. ഈ കേസിന്റെ കുഞ്ഞിനോട് പറഞ്ഞോ. ഇവർ കുടുംബസമേതം ഈ പയ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവും അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് പയ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ആക്കുകയാണ്. കാരണം ഇവരുടെ കയ്യിൽ നേരത്തെ ചില സ്ക്രീൻഷോട്ടുകൾ കണ്ടെത്തി കിട്ടുകയുണ്ടായി. അപ്പോൾ പയ്യന് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ആക്കി അതിനുശേഷം കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇവർ തീരുമാനിച്ചു. നല്ല രീതിയിൽ എല്ലാവരുടെയും ഒരു ഒരുമ പ്രതീക്ഷിച്ചുകൊണ്ട് പയ്യൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ പയ്യൻ ഇവരെ നല്ല രീതിയിൽ പരിഗണിക്കുന്നില്ല, അവരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പിന്നീട് പയ്യൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എണീറ്റ് നിന്ന് ഇവരുടെ സഹോദരിയുടെ ഭർത്താവിനെ തല്ലാൻ തല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതവരെ എല്ലാവരെയും പ്രൊവോക്കാക്കുകയും സ്വാഭാവികമായൊരു കാര്യമാണ്. ഒരു പുതിയ ബന്ധമാണ്. ആ ബന്ധത്തിൽ ചെറിയൊരു വിള്ളലുണ്ടാക്കാൻ അത് ഒരു വലിയ കാരണം തന്നെ ആവുകയാണ് ആ പയ്യൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞനും ചെറുക്കനും ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ തല്ലാൻ ഒരുങ്ങിയതല്ല എന്നുള്ള രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇവിടെ കായ സ്കൂളിന്റെ അവിടെ പോയിട്ട് പുതിയൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ പോയിട്ട് അൽഫാമും ഫ്രൈഡ് റൈസും ഇവർക്ക് ജ്യൂസ് ജ്യൂസ് ഓറഞ്ചും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് വിടാൻ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. പ്രശ്നങ്ങൾ മാറാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് എന്താ നമ്മള് വീട്ടിലുള്ളിൽ പൂട്ടിയിട്ടു തല്ലാൻ. പിന്നെ ഞാൻ ഇട്ടപ്പോ തല്ലാനായി എന്റെ സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ എനിക്ക് നിൽക്കും. അതിപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ പറയുന്ന ആൾക്കാരും സംസാരിക്കുമ്പോൾ നിന്നിട്ട് എന്നെ സംസാരിച്ചു അങ്ങനെ ഏട്ടൻ സംസാരിച്ചോണ്ട് നിന്നതിനാണ് ഏട്ടൻ തല്ലാൻ നോക്കി. അതായാലും ഇവരുടെ വിശദീകരണം കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു. തല്ലാനല്ല, സാധാരണ എണീറ്റ് നിന്നിട്ടുള്ളൂ എൻ്റെ ഏട്ടൻ എന്നാണ്
ഇപ്പോൾ കുഞ്ഞൻ പറയുന്നത്. അപ്പോൾ അവരുടെ വിശദീകരണം കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു. സത്യത്തിൽ ഇവർക്ക് ഇവരുടെ കുടുംബത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നുള്ളതാണ്. പരസ്പരം എങ്ങനെയെങ്കിലും റീച്ച് കിട്ടുക, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുക എന്നുള്ള ഇത് മാത്രം ഉള്ളൂ. ഒരു കൂട്ടർ മാത്രമല്ല, രണ്ട് കൂട്ടരും അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ട് കുടുംബത്തിനോടൊരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പരസ്പരം എങ്ങനെയെങ്കിലും നന്നാവുക എന്നുള്ള ശ്രമത്തിന് മാത്രമാണ് ഇവർ മുൻതൂക്കം കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പുതുമോടിയൊന്നും ലൈഫിൽ പിന്നീട് ഉണ്ടാവണമെന്നില്ല. ലൈഫിൽ എല്ലാവരും കൂടെ വേണം, എല്ലാവരെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോഴേ അതിനൊരു നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ ആ ലൈഫിന്. അല്ലാത്ത പക്ഷം എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയതായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.